റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഒരു ദൈവ പൈതൽ ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ അത് കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഒരുപക്ഷെ അങ്ങനത്തെ ഒരു അനുഭവം നിങ്ങൾക്കില്ല എങ്കിൽ ഇന്ന് തന്നെ ഈ സന്ദേശം കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ തയ്യാറാകുക. ഒന്ന്, അവൻ ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാനുള്ള സമയം താൻ കണ്ടെത്തിയിരിക്കും. 5 മിനിറ്റോ 2 മിനിറ്റോ പ്രഭാതത്തിലോ സായാഹ്നത്തിൽ കിടക്കുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനയോ കുടുംബ പ്രാർത്ഥനയോ അല്ല, പേഴ്സണലായി വ്യക്തിപരമായി അവൻ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തി. 2, അവൻ രാവിലെയോ വൈകുന്നേരമോ വായിക്കുന്ന സങ്കീർത്തന ഭാഗമല്ല വായിക്കുന്നത്, മറിച്ച് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനും ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് അറിയുവാനുമുള്ള അവൻ ദൈവവചനത്തെ അവൻ വായിക്കുവാനും അതിനെ ധ്യാനിക്കുവാനും സമയം, മണിക്കൂറുകൾ അവൻ കണ്ടെത്തി. എത്ര ക്ഷീണിതനായാലും, എത്ര തളർന്നവനായാലും, എത്ര തിരക്കുകൾ ഉള്ളവനായാലും അവൻ പ്രാർത്ഥിക്കാനും ദൈവവചനം വായിക്കുവാനും അവൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു. മാത്രമല്ല, അവൻ അറിഞ്ഞ ആ ദൈവ സ്നേഹത്തെ, നിത്യജീവനെ മറ്റുള്ളവരോട് പറയുവാൻ ഒരു മടിയും ഒരു അലസതയും ഇല്ലാതെ അവൻ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം മറ്റുള്ളവരോട്, അവനായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ആരെയൊക്കെ കാണുന്നുവോ അവരോടെല്ലാം ഈ സത്യസുവിശേഷം പറയുവാൻ, യേശുക്രിസ്തുവിന്റെ സ്നേഹത്തെ കുറിച്ച് പറയാനുള്ള ഒരു ത്വര, ഒരു ആഗ്രഹം, ഒരു വെമ്പൽ അവനുണ്ടായിരിക്കും. അതുകൂടാതെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി, ദൈവത്തിന്റെ പദ്ധതികൾക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള ഒരു മനസ്സും അവനുണ്ടായിരിക്കും. ഈ ദിവസങ്ങളിൽ നമുക്ക് മടങ്ങി വരാം പ്രാർത്ഥനയിലേക്കും വചനധ്യാനത്തിലേക്കും, യേശുക്രിസ്തുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാനുള്ള ഉത്സാഹത്തിലേക്കും, ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിലേക്കും കാത്തിരിക്കാനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. നമുക്ക് അവനെ സ്നേഹിക്കാം. സകല ദോഷകരമായ അവസ്ഥകൾ അത് നമുക്ക് അനുഗ്രഹമാക്കി മാറ്റുന്ന കർത്താവിന്റെ ബലമുള്ള കൈക്കീഴിൽ താഴ്ന്നിരിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.